ഇന്നൊരു അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പൊറാട്ടേൻ്റെ റെസിപ്പി ആയാലോ. അതിന് വേണ്ടി നമ്മൾ വലിയൊരു പാത്രം കൊയ്ക്കാൻ പറ്റിയ പാകത്തിനുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കിലോ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കൊയ്ക്കാൻ ആവശ്യമായ വെള്ളവും അതേപോലെ കുറച്ച് പഞ്ചസാര അരച്ചതും ഒരു മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. മുട്ടയും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ പൊറാട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇതാ കുറച്ച് ഓയിൽ നെയ്യും കൂടി മിക്സാക്കി ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ അത്യാവശ്യം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടതാ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇതേപോലെ വലിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എത്രയും നമ്മൾ കുഴയ്ക്കുന്നോ അത്രയും നമുക്ക് പൊറാട്ടയ്ക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഡോ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒരു കോട്ടൻ്റെ തുണി നനച്ചിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് മൂടി വെച്ചെടുക്കുക. 1-2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ ഡോ ഇവിടെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഒരു 2 കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് ബോൾസാക്കി എടുക്കാം. അപ്പോൾ അതേ ഞാൻ മുഴുവനും ഇതേപോലെ ഡോ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും നെയ്യും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട്. ഡ്രൈ ആവാതിരിക്കാൻ വീണ്ടും ആ കോട്ടൻ്റെ തുണി നനച്ചിട്ട് ഒന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല. ആ നനവിൽ തന്നെ ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഡോ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കൈ വെച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഓയിലും കൂടെ ചേർത്ത് മാക്സിമം നമുക്ക് ഇതേപോലെ നീട്ടി നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു കത്തി എടുക്കാം. ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊറാട്ട ലെയറായി കിട്ടാൻ വേണ്ടി കുറച്ച് മൈദപ്പൊടി ചേർത്തതിന് ശേഷം കൈ വെച്ച് ഇതേപോലെ ആക്കി കൊടുക്കാം. ഇനി കൈ വെച്ച് മെല്ലെ ഒന്ന് ഇതേപോലെ ഒന്ന് വലിച്ച് നല്ലൊരു വലുപ്പത്തിലാക്കി വെച്ചാൽ ഇത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പം മുഴുവനും ഞാനിവിടെ കയ്യിൽ വെച്ച് ചുറ്റിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കൈ വെച്ച് നമുക്കിത് പരത്തിയെടുക്കാം. സ്റ്റൗ ഓണാക്കി കല്ല് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഭാഗവും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഓയിലും അതേപോലെ നെയ്യും കൂടെ മിക്സാക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും റെഡിയായി. നമ്മുടെ പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി വീശിയടിച്ചതിന് ശേഷം മീൻകറിയുടെ കൂടെയോ ബീഫിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.